വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്നാണ് ഞാൻ ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1 ഹവറിൻ്റെ ഒരു സ്റ്റഡി സ്കെഡ്യൂൾ പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നടക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ടൈമറൊക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ പഠിക്കണമല്ലോ, പഠിക്കേണ്ട നമുക്ക് രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മാത്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 28 അങ്ങോട്ട് സോൾവ് ചെയ്തു. ഇനിയും കിടക്കേണ്ട ഒരു ചാപ്റ്ററിൽ 28 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഇനിയും കിടക്കേണ്ട ഒരു 14-15 കൂടി. പിന്നെ അതുകൂടാതെ എക്സാമ്പിൾസ് അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തറായിട്ട് വരുള്ളൂ. അതുകൂടാതെ എനിക്ക് ട്രിഗോണമെട്രിയിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അതും പഠിക്കണം. കുറേ ഗ്രാഫ് വരച്ച് അങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കാനുണ്ട്. ഗ്രാഫ് വരച്ച് പഠിക്കാനും കൂടി ഉണ്ട്. ഞാനിപ്പോൾ മറ്റു രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാഫും കൂടി വരയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ ഒരു ബുക്കുണ്ട്, ഈസി മാത്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബുക്കാണ്. അതിൽ ഓൾമോസ്റ്റ് എന്നല്ല എല്ലാ ചാപ്റ്ററിൻ്റെയും PYQs ഉണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ 2020, 2080, 2090 അങ്ങനെ ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കി പഠിക്കുകയാണെങ്കിലും കുറേ പഠിച്ച പോലെ ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇക്വേഷൻസ് അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ബുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനാണെങ്കിലും. അപ്പോൾ എനിക്ക് ഓണം എക്സാമിൻ്റെ ടൈമിൽ തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ് പറയാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ജബ്ബയായിപ്പോയി. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് എനിക്കറിയാം, ക്ഷമിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കേക്ക് കഴിച്ചു. ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോൾ ആദ്യത്തെ പീസ് എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അത് ഞാൻ കടിച്ചത് തുപ്പിക്കളഞ്ഞു. പിന്നെ കഴിച്ചു വന്നപ്പോൾ ബെറ്റർ ഗുഡ് ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ എഴുതിക്കുന്ന പേപ്പറിൽ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഇക്വേഷൻസ് ഓരോ ബുക്കിലും പേപ്പറിലൊക്കെ ആയിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്. ട്രിഗോണമെട്രിയിൽ നമുക്കറിയാമല്ലോ ഒരു 19-60 അടുത്ത് നമുക്ക് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ രാത്രി ഇരുന്നാണ് പഠിക്കുന്നത്. രാത്രിയാകുമ്പോൾ നമുക്കറിയാമല്ലോ മാത്സൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ്. എഴുതിക്കൊണ്ടിരിക്കണോണ്ട് വലിയ രീതിയിൽ ഉറക്കമൊന്നും ഫീൽ ചെയ്യില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ അലൻ സാറിൻ്റെ ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ട് അലൻ സാറിൻ്റെ ക്ലാസ് കണ്ട് നമ്മൾ അടുത്ത സ്റ്റഡി സ്കെഡ്യൂൾ തുടങ്ങി. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം പഠിച്ച് ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ എനിക്ക് നല്ല രീതിയിൽ ഉറക്കവും വിശപ്പൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്ന് എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളാരും കമൻറ്റ് ചെയ്യാത്തതിലാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കേടാ, ബൈഡാ, ശരി എന്നാൽ.